ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 2 സംസ്ഥാനങ്ങളിലാണ് ബി.ജെ.പി. വൻ വിജയം സ്വന്തമാക്കിയത്. ഹരിയാനയിലായിരുന്നു ആദ്യത്തെ വിജയം. കോൺഗ്രസ് വിജയിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മൂന്നാമതും ചരിത്ര വിജയം ബി.ജെ.പി. അവിടെ സ്വന്തമാക്കുകയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മഹാരാഷ്ട്രയിലും അത്യുഗ്രൻ വിജയമാണ് ബി.ജെ.പി. നേടിയത്. ഈ കൂറ്റൻ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് നൽകുന്ന ബി.ജെ.പി. അല്ല പക്ഷേ ഇവിടങ്ങളിലെല്ലാം കണ്ടത്. മോദിയിൽ നിന്നും തന്ത്രം മാറ്റിപ്പിടിക്കുന്ന ബി.ജെ.പി.യാണ്. പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടി പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞ് മുന്നേറുകയാണ് ബി.ജെ.പി. ചെയ്തത്. സാധാരണ സുപ്രധാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രചരണങ്ങളിൽ മോദി നിറസാന്നിധ്യമാകാറുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ മോദി ആകെ പങ്കെടുത്തത് വെറും 4 റാലികളിൽ മാത്രമാണ്. ജാർഖണ്ഡിൽ 6ഉം മഹാരാഷ്ട്രയിൽ 12ഓളവും യോഗങ്ങളിൽ മോദി പങ്കെടുത്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിനങ്ങളിൽ മോദി പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് പോലും ഇല്ല. അദ്ദേഹം ആ സമയത്ത് വിദേശയാത്രയിലായിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം RSS നേതൃത്വത്തിനെ ബി.ജെ.പി. കൂടുതലായി ആശ്രയിച്ചു തുടങ്ങുന്നു എന്നതുകൂടിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ RSSുമായി ഏറെ അകൽച്ചയിലായിരുന്നു നേതൃത്വം. എന്നാൽ തിരിച്ചടിക്ക് പിന്നാലെ ഹരിയാനയിൽ അടക്കം പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ബി.ജെ.പി. RSSന്റെ പിന്തുണ തേടി. അത് വിജയിക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതും പ്രധാനമാണ്. മഹാരാഷ്ട്രയിലും ബി.ജെ.പിക്ക് വേണ്ടി താഴെത്തട്ടിലുള്ള പ്രചരണം RSS ഏറ്റെടുത്തു. ഇവിടെ ബി.ജെ.പിക്കെതിരായ മറാത്ത വികാരത്തെ മറികടക്കാൻ RSSന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. ലാഡ്ലി ബഹൻ യോജന പോലെ, അതായത് സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന പദ്ധതി, സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളും പ്രാദേശിക നേതാക്കളുടെ ഇടപെടലും മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. വിജയത്തിൽ നിർണായകമായി. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെയും സഖ്യകക്ഷി നേതാക്കളുമായിരുന്നു ശ്രദ്ധാകേന്ദ്രം. ജാർഖണ്ഡിൽ അതായിരുന്നില്ല സ്ഥിതി. അവിടെ മോദിയായിരുന്നു പ്രധാന ഫോക്കസ്. ഹേമന്ത് സോറനെതിരെ ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പിക്ക് ഒരു ശക്തനായ നേതാവുണ്ടായിരുന്നില്ല. പ്രാദേശിക വിഷയങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ചർച്ചയായത്. ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ തന്ത്രം ജാർഖണ്ഡിലും പയറ്റിയിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമായിരുന്നു എന്ന് ബി.ജെ.പി. നേതാവ് തന്നെ പറഞ്ഞിരുന്നു. ജാർഖണ്ഡിലെ തുടർച്ചയായ 2ാം തോൽവിക്ക് കാരണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യാപരമായ കണക്കുകളാണെന്നാണ് ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും സംസ്ഥാന ജനസംഖ്യയുടെ 26% ആദിവാസികളും 14% മുസ്ലിങ്ങളുമാണ്. ആദിവാസികൾ എക്കാലത്തും JMMനെ പിന്തുണച്ചു പോരുന്നവരുമാണെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് ചർച്ചകൾ NDAയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക്നാഥ് ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പി. ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രിയാവുക. നിലവിൽ 2 ഉപമുഖ്യമന്ത്രിമാരാണ് ഉള്ളത്. ഇത് തുടരണോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുന്നതാണ്. ഘടകകക്ഷികളായ ശിവസേന ഷിൻഡെ വിഭാഗം, NCP അജിത് പവാർ വിഭാഗം എന്നിവർക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങളിലും തീരുമാനമുണ്ടാകുന്നതാണ്. എന്തായാലും ബി.ജെ.പിയുടെയും ഘടകകക്ഷികളുടെയും യോഗം നടക്കാൻ പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ പാർട്ടി അധ്യക്ഷനാക്കുന്നതും ആലോചനയിലുണ്ട്. അത്തരമൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഏക്നാഥ് ഷിൻഡെയ്ക്ക് തന്നെ നൽകാനുള്ള സാധ്യതയും ഉണ്ട്.